നമസ്തേ. ഭഗവത്ഗീതയിലെ 1-ാം അധ്യായമായ അർജുന വിഷാദയോഗയിലെ 11-ാമത്തെ ശ്ലോകം. ആയനേഷു ച സർവേഷു യഥാ ഭാഗമവസ്ഥിതാ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് ദുര്യോധനൻ പറയുകയാണ്, സൈന്യവ്യൂഹത്തിൻ്റെ മർമ്മസ്ഥാനത്ത് നിന്നുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഭീഷ്മ പിതാമഹന് പരിപൂർണ പിന്തുണ നൽകണം. അർജുന വിഷാദയോഗയിലെ 10-ാമത്തെ ശ്ലോകത്തിൽ ദുര്യോധനൻ ഭീഷ്മ പിതാമഹനെ പുകഴ്ത്തി പറയുന്നുണ്ട്. എന്നാൽ ഈ ശ്ലോകത്തിൽ ഭീഷ്മനെ പുകഴ്ത്തിയതുകൊണ്ട് മറ്റുള്ളവർക്ക് അവഗണനയായി കരുതുമെന്ന് സംശയിച്ച് ദുര്യോധനൻ തൻ്റെ സ്വാഭാവികമായ നയചാതുര്യത്തോടെ സന്ദർഭാനുസൃതമായി ചുവടുമാറുന്നു. എന്നിട്ട് പറയുകയാണ്, സർവോത്കൃഷ്ടനായ സേനാധിപൻ തന്നെയാണ് ഭീഷ്മ പിതാവ്. പക്ഷേ അദ്ദേഹം വൃദ്ധനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രക്ഷയിൽ എല്ലാവരും ശ്രദ്ധിക്കണം. യുദ്ധത്തിനിടയിൽ ശത്രുക്കൾ അദ്ദേഹത്തെ തക്കം നോക്കി ആക്രമിച്ചേക്കാം. അതുകൊണ്ട് സൈന്യവ്യൂഹം ഭേദിച്ചേക്കാവുന്ന മർമ്മസ്ഥലങ്ങളിലൊക്കെ നമ്മുടെ വീരയോദ്ധാക്കളെ ഉറച്ചു നിർത്തണം. പാണ്ഡവ പത്നിയായ ദ്രൗപദിയെ പ്രമുഖ സേനാധിപന്മാരടങ്ങിയ സദസ്സിൽ വെച്ച് തൻ്റെ വസ്ത്രങ്ങൾ അഴിക്കാൻ നിർബന്ധിച്ചപ്പോൾ തനിക്ക് നീതി ചെയ്യണമെന്ന് കരഞ്ഞപേക്ഷിച്ചു. എന്നിട്ടും ഭീഷ്മ പിതാമഹനും ദ്രോണാചാര്യരും പ്രതികരിച്ചില്ല. അന്ന് സംഭവിച്ചതുപോലെ തന്നെ കുരുക്ഷേത്ര യുദ്ധത്തിലും പാണ്ഡവരോടുള്ള സ്നേഹം പ്രകടമാക്കാതെ തൻ്റെ ഭീഷ്മ പിതാമഹനും ഗുരുവായ ദ്രോണാചാര്യരും തനിക്കൊപ്പം ഉണ്ടാകുമെന്ന് ദുര്യോധനന് നല്ല വിശ്വാസമായിരുന്നു. ഹരി ഓം.